തന്ന നല്ല അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു. പ്രകാരം ഈ സൂം പ്ലാറ്റ്ഫോമിൽ ആമേൻ വചന ശുശ്രൂഷിപ്പാനായിട്ട് ക്ഷണിച്ച കർത്താവിന്റെ ദാസനും ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ എന്റെ സ്നേഹത്തെ വന്ദനത്തെ ഇത്തരണത്തിൽ ഞാൻ അറിയിക്കുകയാണ്. കാലാവസ്ഥയുടെ വളരെ പ്രതികൂലം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ തൊട്ട് ശക്തമായ മഴയാണ്. ഹല്ലേലൂയ. ആമേൻ. കറണ്ട് ഒന്നുമില്ല. വല്ലാത്തൊരു അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. എന്റെ മൊബൈൽ 39% മാത്രമേ ചാർജ് ഉള്ളൂ. ഒരു മൊബൈൽ ഓൾറെഡി ഓഫ് ആയി പോയി. ഈ ഒരു ഒറ്റ മൊബൈലേ ഉള്ളൂ. ഇത് 39% മാത്രമേ ചാർജ് ഉള്ളൂ. നിങ്ങളുടെ എവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. മീറ്റിംഗ് കഴിയുന്നോടം വരെ അത് കട്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കുക. ആമേൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മുടെ വ്യക്തമായി ഇടപെടുവാൻ, സംസാരിക്കുവാൻ, കർത്താവിന്റെ സന്നിധി നാം ഉപവാസത്തോടും പ്രാർത്ഥനയോടെ ഒക്കെ ആയിരിക്കുമ്പോൾ ആമേൻ പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടൽ ഇന്ന് പകൽ നമുക്ക് ഉണ്ടാകുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന തന്റെ ജനത്തോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇടപെടുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. മീറ്റിംഗിന് ക്ഷണിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ ആമേൻ മീറ്റിംഗിനോട് ശക്തമായി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിച്ചു. ആമേൻ. ആ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് കൈമാറിയ ദൈവിക സന്ദേശം നിങ്ങളുമായി കൈമാറി വേഗത്തിൽ ഇരിപ്പാൻ ആത്മാവ് ശരണപ്പെടുകയാണ്. പ്രത്യേക നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങൾ ചോദിക്കുകയാണ്. ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങൾ പാലക്കാട് മണ്ണാർക്കാട് കർത്താവിന്റെ വേലയിൽ കുടുംബമായി ആയിരിക്കുന്നു. 4 കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കുണ്ട്. അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തിലൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുന്നു. അതുപോലെ ചെറിയ കുഞ്ഞിന് 10 മാസം മാത്രമേ ഉള്ളൂ. ആ കുഞ്ഞിനെ ഞാൻ അവിടെ ഇരുത്തിയിട്ടാണ് ഇപ്പൊ മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മൾ ഇടപെടുവാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുവാൻ പോവുകയാണ്. ആമേൻ. കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് ചില ദൈവിക ശബ്ദങ്ങളെ എന്നോട് കൈമാറുവാനിടയായി തീർന്നു. ദൈവിക ദൂതുകളെ ആമേൻ കർത്താവിനോട് കൈമാറുവാനിടയായി തീർന്നു. അത് ഇന്ന് പകലിൽ ആമേൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് പ്രാരംഭത്തിൽ എന്നോട് കൈമാറിയ ഒരു ദൂത് ഇങ്ങനെയാണ്. റീന എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പരിശുദ്ധാത്മാവിനെ എടുത്ത് കാണിക്കുവാനിടയായി തീർന്നു. ആമേൻ. ഈ സൂം പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവിനോട് ആമേൻ അങ്ങനെ ഒരു പേര് വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു ആമേൻ നിങ്ങൾക്ക് വേണ്ടി ചില സൂപ്പർ നാച്ചുറൽ ഡോറുകൾ കർത്താവ് ഓപ്പൺ ചെയ്യുകയാണെന്ന് ആമേൻ പരിശുദ്ധാത്മാവിനോട് പറയുവാൻ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ഏതൊക്കെയോ ചില വിഷയങ്ങളുടെ മുഖത്ത് ഭാരപ്പെട്ടായിരിക്കുന്ന ഹല്ലേലൂയ ആ ദൈവദാസിയോട് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിന്മേൽ, നിങ്ങളായിരിക്കുന്ന അവസ്ഥകളിന്മേൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഒരു പുതു വഴി തുറന്നു തരുവാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവിനോട് ദൂത് കൈമാറുവാൻ ആമേൻ ഹല്ലേലൂയ പറഞ്ഞു. ആമേൻ. പ്രാരംഭത്തിൽ തന്നെ ദൈവാത്മാവിനോട് കൈമാറിയ ദൈവശബ്ദം നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യട്ടെ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന് വേണ്ടി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. രഹസ്യമായി പരസ്യമായി ഹല്ലേലൂയ ആരോടും പറയുവാൻ കഴിയാതെ വണ്ണമൊക്കെ ആമേൻ ദിവസങ്ങളിൽ കഴിഞ്ഞതിലൂടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ മറുപടികൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നൽകി തരുവാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതുപോലെ ഉദര സംബന്ധമായി ചില രോഗത്താൽ ഭാരപ്പെടുന്ന ഏതൊക്കെയോ വ്യക്തികൾ എന്ന് പകൽ പരിശുദ്ധാത്മാവ് തൊടുവാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കുവാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥനയോടായിരുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളെ സൗഖ്യമാക്കുവാൻ പോവുകയാണ്. ആമേൻ. പരിശുദ്ധാത്മാവ് നിങ്ങളെ വിടുവിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. തലമുറ സംബന്ധമായ വിഷയങ്ങളൊക്കെ ഭാരപ്പെടുന്ന ആമേൻ ജോലി സംബന്ധമായ വിഷയങ്ങളുടെ മേലൊക്കെ ഭാരപ്പെടുന്ന ഏതൊക്കെയോ പ്രിയപ്പെട്ടവരുടെ മേൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ കരചലനം ഇന്ന് പകൽ വെളിപ്പെടുവാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ഉപവാസത്തോടും പ്രാർത്ഥനയോടും നിങ്ങൾ ആയിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ കർത്താവ് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ദൈവസ്ഥലിൽ ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആരൊക്കെ ആമേൻ കരഞ്ഞിട്ടുണ്ടോ, അവർക്കൊക്കെ വേണ്ടി ദൈവം അത്ഭുതം ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി ദൈവം ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് പകൽ ആത്മാവ് പറയുന്നു നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ കർത്താവ് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ. റംധന വൈശ്യമന ദുരമന ഘടകസ്യാംദൽ റൈസസ്യാംധന. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ താങ്ക് യു ലോർഡ് ജീസസ്. നിങ്ങളുടെ വലിയ സാന്നിധ്യത്തിനായി സ്തോത്രം. ഇന്ന് പകൽ അസാധാരണമായ ഒരു സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. അസാധാരണമായ ദൈവപ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. എത്ര പേർ കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നുണ്ട്? ആ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നവർ ആമേൻ ആ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിനോട് പ്രതികരിച്ചു തുടങ്ങിയോ ഇന്ന് പകൽ ഇതിന്റെ ജീവിതം ഒരു അത്ഭുതമായി തീരുവാൻ പോകുകയാണ്. ഇന്ന് പകലിൽ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതം ഒരു ഹല്ലേലൂയ അത്ഭുതമായി തീരുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. നാളിതുവരെ ആയിരുന്ന സാഹചര്യങ്ങളെ കർത്താവ് മാറ്റി ആമേൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലവാരത്തിലുള്ള ദൈവപ്രവൃത്തികൾ ആത്മാവ് നിങ്ങളുടെ ലൈഫിൽ തുറന്നു വിടുകയാണ്. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവോട് പറയുന്നു മതി, കരഞ്ഞത് മതി, ആമേൻ നിലവിളിച്ചത് മതി, ആമേൻ കഷ്ടപ്പെട്ടത് മതി. ആമേൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവോട് പറയുന്നു പുതുവഴികളെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരികയാണ്. പുതുവഴികളെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരികയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന തന്റെ ജനത്തിന് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം ഇന്ന് പകൽ ഉണ്ടെന്ന് ആത്മാവിനെ ഞാൻ വിളിച്ചു പറയട്ടെ. ഇന്ന് പകൽ പദത്തെ നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ ആമേൻ ആത്മാവ് പറയുന്നു ആമേൻ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുവാനിടയായി തീരും. ഹല്ലേലൂയ.
ഹാലലൂയ. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇതിന്റെ മധ്യത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ ഹാലലൂയ. നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാലലൂയ. എത്ര പേർ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുവാൻ തയ്യാറാകുന്നു അവർക്ക് വേണ്ടി കർത്താവിന്റെ പ്രവൃത്തി ഇന്ന് പകലിൽ വെളിപ്പെടുവാനിടയായി തീരും. ഹാലലൂയ. ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു ദൈവവചന ഭാഗം വായിക്കാം. നമുക്ക് വായിക്കാം ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. അവൻ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരൻ ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കെ 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടവുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോടെ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. 11 വരെ വായിച്ചു ആന്റി. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്നു പടക് 2 മുങ്ങുമാറാകുവോളം നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശീമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും അവണ്ണം തന്നെ യേശു ശീമോനോടെ, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. പിന്നെ അവർ പടവുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. ആമേൻ. ജീസസ്. ആമേൻ. കേൾപ്പിക്കപ്പെട്ട ആമേൻ വചനഭാഗത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹല്ലേലൂയ, ഈ അധ്യായത്തിൽ നമ്മൾ ഒത്തിരി മെസ്സേജ് കേട്ടിട്ടുണ്ട്. ഒത്തിരി ദേവദാസന്മാരിൽ കൂടിയൊക്കെ ഒത്തിരി ദൈവിക സന്ദേശങ്ങൾ നമ്മൾ ഈ ഭാഗത്തുനിന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നോട് കൈമാറിയ ദൈവിക സന്ദേശം നിങ്ങളുമായി വേഗത്തിൽ ഞാൻ ഷെയർ ചെയ്യട്ടെ. ആമേൻ. അവിടെ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. അവൻ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യേശു കർത്താവ് ഗന്നേസരത്തിന്റെ തടാകത്തിൽ ആമേൻ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ എത്തുന്ന ഒരു ഭേദഭാഗമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ആമേൻ. ആമേൻ. യേശു കർത്താവ് എന്തിനാണ് ഗന്നേസരത്തിന്റെ കരയിൽ വന്നതെന്ന് ആമേൻ നമുക്ക് ആ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവ് ഗന്നേസരത്തിന്റെ തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അതിൽ പ്രാരംഭത്തിൽ ഞാൻ ഒരു ദൂത് ഇങ്ങനെ കൈമാറട്ടെ. യേശു കർത്താവ് എവിടെയെല്ലാം കടന്നു ചെല്ലുന്നുണ്ടോ അവിടെയെല്ലാം അസാധാരണ ഒരു ആൾക്കൂട്ടം വെളിപ്പെടാറുണ്ട്. ഹല്ലേലൂയ. അത് കല്യാണ വീടായാലും മരണ വീടായാലും ആമേൻ മരുഭൂമി ആയാലും യേശു കർത്താവ് എവിടെയൊക്കെ കടന്നു ചെല്ലുന്നുണ്ടോ അവിടെയൊക്കെ ഹല്ലേലൂയ അസാധാരണ ഒരു ആൾക്കൂട്ടം ആമേൻ അവനെ പിൻചെല്ലാറുണ്ട്. ഹല്ലേലൂയ. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമേൻ അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ലാവണ്യ വാക്കുകൾ കേൾക്കുവാനും യേശു കർത്താവിൽ കൂടിയുള്ള ദൈവികമായ വിടുതലുകൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനുമാണ് ആമേൻ വലിയൊരു പുരുഷാരം യേശുവിനെ പിൻപറ്റാറുള്ളത്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിനൊരു ദൂത് ഇങ്ങനെ കൈമാറാം. ആമേൻ. ദൈവിക അഭിഷേകവുമായി, ആമേൻ ദൈവിക നിയോഗവുമായി, ദൈവിക പദ്ധതിയുമായി, ദൈവിക ശക്തിയുള്ള ആ ശക്തിയുമായി ഹല്ലേലൂയ പുറപ്പെടുന്ന ഹല്ലേലൂയ ആമേൻ നാം ഓരോരുത്തരും എവിടെയൊക്കെ കടന്നു ചെല്ലുന്നോ അവിടങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. അഭിഷേകമുള്ള യേശു കർത്താവ് കടന്നു ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം അസാധാരണമായ ആൾക്കൂട്ടം വെളിപ്പെടുവാനിടയായി തീർന്നു. ആമേൻ. അവിടെയെല്ലാം വലിയ വിടുതലുകൾ സംഭവിക്കപ്പെടുവാനിടയായി തീർന്നു. ഇന്ന് പകൽ ആത്മാവിനെ ഞാൻ വിളിച്ചു പറയട്ടെ, അഭിഷേകമുള്ള വ്യക്തിയാണോ നിങ്ങൾ? ആമേൻ ദൈവിക ഹല്ലേലൂയ പദ്ധതിയുള്ള വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങൾ കടന്നു ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. ആമേൻ. ഹല്ലേലൂയ. അസാധാരണമായ അത്ഭുതങ്ങൾ വെളിപ്പെടുവാനിടയായി തീരും. അസാധാരണമായ ജനക്കൂട്ടം അവിടെ വന്നുകൂടുവാനിടയായി തീരും. കാരണം ഹല്ലേലൂയ നിന്നിൽ കൂടി വെളിപ്പെടുന്ന അത്ഭുതങ്ങൾ കാണുവാൻ, ആമേൻ നിന്നിൽ കൂടി വെളിപ്പെടുന്ന ആമേൻ ദൈവപ്രവൃത്തികൾ കാണുവാൻ, ദൈവവചനങ്ങൾ കേൾക്കുവാൻ, അസാധാരണമായ ദൈവപ്രവൃത്തികൾ കാണുവാൻ ഒരു കൂട്ടം നമ്മെ പിൻപറ്റുവാനിടയായി തീരും. ഇന്ന് പകൽ ഹല്ലേലൂയ അങ്ങനെ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ അങ്ങനെ ഒരു ശുശ്രൂഷ എന്നിലൂടെ വെളിപ്പെടണം, അങ്ങനെ ഒരു ദൈവിക
മഹത്വം എന്നിലൂടെ വെളിപ്പെടണമെന്ന് ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയട്ടെ, ആമേൻ, അങ്ങനെ ഒരു മിനിസ്ട്രിയുടെ തലം ഇന്ന് പകൽ പരിശുദ്ധാത്മ നിങ്ങളിലൂടെ ഓപ്പൺ ചെയ്യുകയാണ്. ഹാലലൂയ, ഹാലലൂയ. ആമേൻ. യേശു കർത്താവ് കടന്നു ചെല്ലുന്നിടങ്ങളിൽ അസാധാരണമായ കാര്യങ്ങളെ ആമേൻ നടക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽ വിശ്വാസത്തോടെ ആമേൻ എന്ന് പറയുക, ഞാൻ കടന്നു ചെല്ലുന്നിടങ്ങളിൽ അസാധാരണമായ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാൻ പോകുകയാണ്. ആമേൻ. ഞാൻ കടന്നു ചെല്ലുന്നിടങ്ങളിൽ ആമേൻ ഹാലലൂയ ശക്തമായ ദൈവ മഹത്വം വെളിപ്പെടുവാൻ പോകുകയാണ്. കാരണം ഹാലലൂയ ആമേൻ ദൈവിക മഹത്വം വഹിച്ചുകൊണ്ട്, ആമേൻ ദൈവിക അഭിഷേകം വഹിച്ചുകൊണ്ട്, ദൈവിക ശക്തി വഹിച്ചുകൊണ്ട് നടക്കുന്ന നമ്മിലൂടെയും അസാധാരണമായ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ സംഭവിക്കപ്പെടുവാൻ ഇടയായി തീരും. ആമേൻ ഹാലലൂയ. ആമേൻ. നീ ഹാലലൂയ വെറുതെ റൊട്ടി കൂടി നടന്നാ മതി. ആമേൻ. വെറുതെ ആമേൻ റൂമിൽ നിന്ന് പ്രാർത്ഥിച്ചാ മതി. ആമേൻ. നിന്നിലൂടെ ഹാലലൂയ അത്ഭുതങ്ങൾ ദേശങ്ങളിൽ പട്ടണങ്ങളിൽ നടക്കുവാൻ ഇടയായി തീരും. ആമേൻ ഹാലലൂയ. ആ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല, ഇത് അന്ത്യകാല കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള മിനിസ്ട്രി തലങ്ങൾ നമ്മിലൂടെ ഓപ്പൺ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവോട് പല കർത്താവേ, അങ്ങനെ ഒരു അസാധാരണമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്ന് പകൽ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമെന്ന് ആത്മാവിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ആഗ്രഹമുള്ളവർ, കൊതിയുള്ളവർ, ദാഹമുള്ളവർ, ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആമേൻ കൊതിയുള്ളവർ ഇന്ന് പകൽ ഇരിക്കുന്ന ഇടങ്ങളിൽ ഒന്നിരുന്നുകൊണ്ട് കർത്താവിനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. കർത്താവിനോട് പറഞ്ഞാട്ടെ, അപ്പാ അങ്ങനെ ഒരു അഭിഷേകത്തിന്റെ ഫലം അപ്പാ ഇന്ന് പകൽ എന്നെ മേൽ ഒന്ന് പകരണമേ എന്ന് ആമേൻ ഹല്ലേലൂയ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കൈമാറുകയാണ്. ഹാലലൂയ. ഒരു ക്രൗഡ്ഫുൾ അനോയിന്റിംഗ് ആത്മാവ് നിങ്ങളുടെ മേൽ പകരുന്നത് കർത്താവിനെ കാണിക്കുന്നു. ആമേൻ ഹാലലൂയ. ഒരു ക്രൗഡ്ഫുൾ അനോയിന്റിംഗ്. ആമേൻ. നിങ്ങൾ ചെല്ലുന്നിടങ്ങളിൽ അസാധാരണമായ ആൾക്കൂട്ടം വെളിപ്പെടും. അവിടെ അത്ഭുതങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. അങ്ങനെ ഒരു ആത്മമണ്ഡലം ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി തുറന്നു വിടുകയാണ്. ഹാലലൂയ. റംധന വൈശ്യമന ധുരമന ഘടകസ്യാന്തൽ റൈജസ്യാന്തര. ആമേൻ. അഭിഷിക്ത ദാസനെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ആ ഒരു അസാധാരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങൾ എഴുന്നേൽപ്പിക്കുകയാണ്. നാളെ ഇതുവരെ കണ്ടതല്ല, അതിനപ്പുറം ഒരു ശുശ്രൂഷയുടെ കൈമാറ്റം ആത്മാവ് നിങ്ങളുടെ മേൽ കൈമാറുകയാണ്. ഹാലലൂയ. ശക്തമായ പ്രൊഫറ്റിക്കൽ മാൻഡിൽ, ആമേൻ, ഹീലിംഗ്, ആമേൻ, ആമേൻ, അധികാരത്തിന്റെ തലം ആത്മാവ് നിങ്ങളുടെ മേൽ കൈമാറുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവിനെ കൈമാറുകയാണ്. ഹാലലൂയ. ഉടമന ഘടക വൈശ്യ പ്രൗഢമന ഘടക സ്യാന്തര. ഒരു പുതിയ അഭിഷേകത്തിന്റെ കൈമാറ്റത്തെ ആത്മാവ് നിങ്ങളുടെ മേൽ പകർന്ന് ആമേൻ ശക്തമായ ഒരു അഭിഷേകത്തിന്റെ ഉടമയാക്കി ആമേൻ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ നിങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ആത്മാവിനോട് വ്യക്തമായി ദൂത് കൈമാറുകയാണ്. ഹാലലൂയ. ആമേൻ ഹാലലൂയ. നാളെ ഇതുവരെ അനുഭവിച്ച ശുശ്രൂഷയല്ല. ആമേൻ ഹാലലൂയ. അതിനപ്പുറമായ ഒരു പുതിയത് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. ഹാലലൂയ. ആമേൻ ഹാലലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് വചനത്തിന്റെ വെളിപ്പാടിലൂടെ എന്നോട് ഇങ്ങനെ ദൂത് കൈമാറുകയാണ്. ആമേൻ ഹാലലൂയ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം. ആമേൻ ഹാലലൂയ. അവിടെ യേശു കർത്താവിന്റെ അവിടെ ഖാനാവിലെ കല്യാണ വീട്ടിലെ കുറിച്ച് ഒരു സംഭവത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവിടെ വീഞ്ഞു തീർന്നു പോയി. പക്ഷെ ഹാലലൂയ യേശു കർത്താവ് പച്ചവെള്ളത്തെ അത്ഭുതമാക്കി മാറ്റിയപ്പോൾ ആമേൻ പച്ചവെള്ളത്തിന് ആമേൻ ഹാലലൂയ ആമേൻ വീര്യം വർദ്ധിച്ചു. ആമേൻ അതിന്റെ വില മാറി, അതിന്റെ ഗുണം മാറി, അതിന്റെ നിലവാരം മാറി. ഒരു ഹാലലൂയ മഹത്വമുള്ളൊരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടതുപോലെ ഇന്ന് പകലാത്മാവിനോട് ദൂത് കൈമാറുകയാണ്. നിങ്ങളുടെ മേലുള്ള ശുശ്രൂഷ അപ്രകാരം ഒരു മഹത്വമുള്ള വീര്യമുള്ള ആമേൻ ഹാലലൂയ ഒരു ദൈവിക ശുശ്രൂഷയ്ക്ക് പരിശുദ്ധാത്മാവ് കാലഘട്ടത്തിൽ നിങ്ങളെ പ്രദർശിപ്പിക്കുവാൻ പോകുകയാണെന്ന് ആത്മാവിനോട് വ്യക്തമായി ദൂത് കൈമാറുകയാണ്. ഹാലലൂയ. റംധന വൈശ്യമന ധുരവല ഘടക സ്യാന്തര. അവൻ വിരുന്നുവായി ചോദിച്ചു, ഇത്ര നല്ല വീഞ്ഞ് ഇത്രയും നേരം എവിടെ മാറ്റി വെച്ചെന്ന് ചോദിക്കത്തക്ക നിലവാരത്തിൽ ആമേൻ ഹാല അങ്ങനെ മറ്റുള്ളവർ പറയുന്ന നിലവാരത്തിൽ ഇത്രയും നാൾ എവിടെ മറച്ചു വെച്ചു എന്ന് പറയത്തക്ക നിലവാരത്തിലുള്ള ആമേൻ അധികാരത്തിന്റെ ശുശ്രൂഷ, അഭിഷേകത്തിന്റെ ശുശ്രൂഷ ആത്മാവ് നിങ്ങളുടെ മേൽ കൈമാറുകയാണ്. ശക്തമറിയ വചനത്തിന്റെ വെളിപ്പാടുകൾ ആഴങ്ങളെ പരിശുദ്ധാത്മാവ് കൈമാറുന്ന ഒരു കാഴ്ച ആത്മാവിനെ കാണിക്കുന്ന ദിവസങ്ങളിൽ പ്രാർത്ഥന ശക്തിയോട് ഉണർന്നോ. ആമേൻ. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുകയാണ്. ആമേൻ. പരിശുദ്ധനോട് കാണിക്കുന്ന ഒരു വിഷൻ ഇങ്ങനെയാണ്. ആമേൻ. ജനം കൂട്ടമായി നിങ്ങളുടെ അടുക്കലേക്ക് ഓടി വരുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ആമേൻ. വലിയൊരു ആമേൻ മിനിസ്ട്രി നിങ്ങൾ ആയിരിക്കുന്ന ദേശത്ത് കർത്താവ് ഓപ്പൺ ചെയ്യാണ്. അവിടെ ഒരു വലിയ ക്രൗഡ് ആമേൻ നിങ്ങളെ അടുക്കലേക്ക് ഓടി ഒഴുകുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഹാലലൂയ.
ഇന്നത്തെ സാഹചര്യത്തിൽ ആമേൻ ഹല്ലേലൂയ നോക്കിയാൽ ശൂന്യതയായിരിക്കാം, ആമേൻ ഒന്നും കാണുവാനില്ലായിരിക്കും. പക്ഷെ പരിശുദ്ധാത്മാവോട് പറയുന്നു, ഒരു ബിഗ് മൂവ് നിങ്ങൾ ആയിരിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവ് നൽകുവാൻ പോകുന്ന ഒരു ബിഗ് മൂവ് പരിശുദ്ധാത്മാവ് നിങ്ങൾ ആയിരിക്കുന്നിടങ്ങളിൽ നൽകുവാൻ പോകുകയാണ്. നിന്നോട് പറയുന്നു, ആമേൻ നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ അപ്പുറമായി, നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ നിனைക്കുന്നതിനേക്കാൾ അപ്പുറമായി, നിങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ലാത്ത നിലവാരത്തിൽ ആമേൻ വലിയൊരു ദൈവപ്രവൃത്തി നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുവാൻ പോകുകയാണെന്ന് ആത്മാവ് വ്യക്തമായി എന്നോട് ദൂത് കൈമാറുകയാണ്. ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിച്ചൊരുങ്ങിക്കോ. ഹല്ലേലൂയ. വലിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. കർത്താവ് കടന്നു ചെല്ലുന്നിടങ്ങളിലെല്ലാം അസാധാരണമായ ഒരാൾക്കൂട്ടം വെളിപ്പെടുവാനിടയായി തീർന്നു. ആമേൻ അവനത് ദൈവിക പ്രവൃത്തികൾ കാണുവാൻ, വിടുതലുകൾ അനുഭവിപ്പാൻ, ആമേൻ ഹല്ലേലൂയ അത്ഭുതങ്ങൾ കാണുവാൻ ജനം ആമേൻ കർത്താവിന്റെ അടുക്കൽ ഓടിക്കൂടുവാനിടയായി തീർന്നു. ആമേൻ ഹല്ലേലൂയ. അതിനുശേഷം ഇങ്ങനെ പറയുന്നു അവിടെ, ആമേൻ ഹല്ലേലൂയ, ആമേൻ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവരിൽ നിന്ന് ഇറങ്ങി മീൻപിടുത്തക്കാർ വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി. ഹല്ലേലൂയ. ആമേൻ ആ തടാകത്തിന്റെ കരയിൽ അനേക പടകുകൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ യേശു കർത്താവ് ഹല്ലേലൂയ പത്രോസിന്റെ പടകിൽ ആമേൻ കയറുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽ ആത്മാവ് ഞാനൊരു ദൂത് പറയാൻ, നമ്മുടെ ചുറ്റുപാടത്ത് ആമേൻ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ അനേകർ ഉണ്ടായിട്ടും ആമേൻ മറ്റു പടകുകൾ ഒന്നും കർത്താവ് തിരഞ്ഞെടുക്കാതെ ആമേൻ ഇരുമനാഥൻ ആമേൻ നമ്മുടെ പടകിൽ കയറി വന്ന് നമ്മെ തിരഞ്ഞെടുത്തെങ്കിൽ ആമേൻ നമ്മെ കുറിച്ച് കർത്താവിന് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്, വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടെന്ന് ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. ആമേൻ നമ്മേക്കാൾ കഴിവുള്ളവർ, നമ്മേക്കാൾ മികവുള്ളവർ, ജോലിയുള്ളവർ, സൗന്ദര്യമുള്ളവർ, കഴിവുള്ളവർ, സാമ്പത്തികമുള്ളവർ നമ്മുടെ ചുറ്റുപാടുകളും ഉണ്ടായിട്ടും അവരെ ഒന്നും കർത്താവ് തിരഞ്ഞെടുക്കാതെ ഒന്നിനും കൊള്ളാത്തില്ലെന്ന് ആമേൻ പറഞ്ഞു മാറ്റി നിർത്തിയ നമ്മെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ കർത്താവ് തിരഞ്ഞെടുത്തെങ്കിൽ അതിന് വ്യക്തമായ പദ്ധതിയുണ്ട്, അതിന് വ്യക്തമായ പർപ്പസ് ഉണ്ട്. ഇന്ന് പകൽ ആ പദ്ധതിയെ തിരിച്ചറിഞ്ഞ് ദൈവകരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇന്ന് പകൽ കർത്താവിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീരും. ആമേൻ അവിടെ അനേക പടകുകൾ ഉണ്ടായിരുന്നിട്ടും യേശു കർത്താവ് ഹല്ലേലൂയ പത്രോസിന്റെ പടകാണ് ആമേൻ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നത്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമേൻ ഞാൻ ഇങ്ങനെ പറയും, അവൻ വാഗ്ദത്തമുള്ളവനാ പത്രോസ്, ദൈവിക വിളിയുള്ളവനാ പത്രോസ്, ദൈവിക പദ്ധതിയുള്ളവനാ പത്രോസ്. ആമേൻ അവന്റെ വാഗ്ദത്തത്തെ ഉറപ്പിക്കുവാൻ, ആ ദൈവിക വിളിയിലേക്ക് അവരെ ഒന്ന് ആമേൻ കയറ്റുവാനാണ് യേശു കർത്താവ് ഗന്നേസരത്തിന്റെ തടാകത്തിൽ എൻട്രി ചെയ്യുവാനിടയായി തീർന്നത്. ഇന്ന് പകൽ ആത്മാവിനെ ഞാൻ വിളിച്ചു പറയട്ടെ, ആമേൻ അവൻ നിങ്ങളുടെ ഹാലിൽ പടകിൽ വന്നിട്ടുണ്ടെങ്കിൽ, അവൻ നിങ്ങളുടെ ആമേൻ കൂടാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആത്മാവിനെ ഞാൻ വിളിച്ചു പറയാം, നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലേക്ക്, നിന്നെ കുറിച്ചുള്ള ദൈവിക ദൗത്യത്തിലേക്ക്, ആമേൻ ദൈവിക ഉദ്ദേശത്തിലേക്ക് നിന്നെ കരം പിടിക്കുവാനാ ആത്മാവ് ഹല്ലേലൂയ നിന്റെ ആമേൻ കൂടാരത്തിൽ കടന്നു വരുവാനിടയായി തീർന്നത്. ഇന്ന് പകൽ ദൈവിക പദ്ധതി മനസ്സിലാക്കി, ദൈവിക ഹിതം മനസ്സിലാക്കി, ദൈവിക ഇഷ്ടം മനസ്സിലാക്കി അതിനൊത്തവണ നീ ചുവട് വെച്ച് പ്രാർത്ഥിച്ച് കയറുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ കാണുവാനിടയായി തീരും. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ അവിടെ മറ്റു പടകൾ ഉണ്ടായിരുന്നിട്ടും ആമേൻ ഹരിമനാഥൻ പത്രോസിന്റെ പടക് തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ സകലത്തിനും ആമേൻ നന്നായി അറിയുന്ന ദൈവം, സകലത്തെയും നന്നായി അറിയുന്ന ദൈവം പത്രോസിന്റെ ഇന്നലകളിലെ ശൂന്യതകൾ അറിഞ്ഞും ആമേൻ ആണ് പത്രോസിന്റെ ജീവിതത്തിൽ കടന്നു വന്ന് അവന്റെ പടകിൽ കയറുവാനിടയായി തീർന്നത്. ആമേൻ ഹല്ലേലൂയ ആമേൻ കർത്താവിനോട് നമ്മൾ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇന്ന സാഹചര്യങ്ങൾ, ഇന്നലത്തെ സാഹചര്യങ്ങളെ, നാളെ വരുവാനിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം കർത്താവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആത്മാവിനെ ഞാൻ വിളിച്ചു പറയട്ടെ, ആമേൻ നമ്മുടെ ഇന്നലകളെയും നാളുകളെയും അറിയുന്ന ഒരു അനുഭവം നമുക്കുണ്ട്. അതുകൊണ്ട് നാം ഒന്നിലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ആമേൻ അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പത്രോസിന്റെ ജീവിതം ആമേൻ പടകൾ ശൂന്യമായിരിക്കുകയാണ്. ആമേൻ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഇനി എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യും, എന്തായി തീരുമെന്നൊക്കെ ചിന്തിച്ച് ആമേൻ ഹല്ലേലൂയ താൻ ശൂന്യതയുടെ പടകുമായി നിന്ന് ആമേൻ തന്റെ ഹല്ലേലൂയ വല കഴുകുന്ന സാഹചര്യത്തിൽ യേശു കർത്താവ് അവന്റെ അടുക്കലേക്ക് ആമേൻ കയറി വരുവാനിടയായി തീർന്നു. ഇന്നിന്റെ പകൽ ആത്മാവിനെ ഒരു ദൂതിങ്ങനെ കൈമാറാം. ആമേൻ നിന്റെ സാഹചര്യം ശൂന്യതയായിരിക്കാം, ഇന്നിന്റെ സാഹചര്യം ഞെരുക്കമായിരിക്കാം, ഇടുക്കമായിരിക്കാം. ആമേൻ എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ മുൻപോട്ട് യാത്ര ചെയ്യും, ആമേന്റെ സാഹചര്യം എന്തായിത്തീരും, ആമേന്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ എന്തായിത്തീരും, എന്റെ ഭവനത്തിന്റെ അവസ്ഥ എന്തായിത്തീരും, ആമേൻ ഹല്ലേലൂയ എന്റെ ആമേൻ ജോലി മേഖലകളിൽ ഞാൻ എങ്ങനെയായി തീരുമെന്നൊക്കെ ചിന്തിച്ച് പലതിനും ചൊല്ലി ഭാരപ്പെട്ട് വ്യാകുലപ്പെട്ടായിരിക്കുന്ന ജീവിതത്തെ നോക്കി ആത്മാവ് ഇന്ന് പകൽ ദൂത് കൈമാറുകയാണ്. ആമേൻ നിങ്ങൾ ഭാരപ്പെട
ഭാരപ്പെടേണ്ട. നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അവൻ നിങ്ങൾക്ക് വേണ്ടി തക്ക സമയത്ത് ഇറങ്ങി വരും. നീ തകർന്നു പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല. നീ ഉടഞ്ഞു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ദൈവം തക്ക സമയത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി വരും. തക്ക സമയത്ത് നിനക്ക് വേണ്ടി അവൻ ഇറങ്ങി വരും. കാരണം ആമേൻ, ഹല്ലേലൂയ, ആമേൻ, പരാജയപ്പെട്ട് ആമേൻ ഒന്നും മീൻപിടുത്തത്തിൽ ഒന്നും ലഭിക്കാതെ ശൂന്യതയുടെ പടകമായി നിൽക്കുന്ന പത്രോസിന്റെ ജീവിതത്തിൽ തക്ക സമയത്തിൽ യേശു കർത്താവ് കടന്നു വന്ന് ഒരു അത്ഭുതം പ്രവർത്തിച്ചതുപോലെ ഇന്ന് പകൽ ആത്മാവ് പറയുന്നു. ആമേൻ. ഏതൊക്കെയോ ജീവിതങ്ങൾ നോക്കി ആത്മാവ് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വലിയ അത്ഭുതം ചെയ്യുവാൻ പോവുകയാണ്. വലിയ അത്ഭുതം ചെയ്യുവാൻ പോവുകയാണ്. വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാൻ പോവുകയാണ്. കർത്താവ് ആ പദം തന്നെ എന്നോട് ആവർത്തിച്ച് പറയുന്നു. ഇന്ന് പകൽ ഏതൊക്കെയോ ജീവിതങ്ങൾക്ക് വേണ്ടി നീ പോലും പ്രതീക്ഷിക്കാത്ത നിലവാരത്തിലുള്ള ചില അത്ഭുതങ്ങൾ, ദൈവപ്രവൃത്തികൾ നിന്റെ കൂടാരത്തിൽ വന്നു കയറുവാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവോട് പറയുന്നു, ഏതൊക്കെയോ മേഖലകളിൽ ആമേൻ, ഹല്ലേലൂയ, നന്മകൾ നഷ്ടപ്പെട്ട് ഇനി ഒരിക്കലും അത് തിരികെ ലഭിക്കത്തില്ല. ആമേൻ, ഇത് നഷ്ടപ്പെട്ടു പോയല്ലോ. ആമേൻ, ഹല്ലേലൂയ, ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്ന ഏതൊക്കെയോ ജീവിതങ്ങളെ നോക്കി പരിശുദ്ധാത്മാവോട് പറയുന്നു, നീ നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നത് കർത്താവ് നിന്റെ കരത്തിൽ തിരികെ തരുവാൻ പോകുകയാണ്. ആമേൻ, നിനക്ക് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നത് കർത്താവ് നിന്റെ കരത്തിൽ തിരികെ തരുവാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവോട് വ്യക്തമായി പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. നഷ്ടങ്ങളെ ഓർത്ത് ഭാരപ്പെടേണ്ട, നഷ്ടങ്ങളെ ഓർത്ത് നീ കരയേണ്ട. ആമേൻ, നഷ്ടപ്പെട്ടത് എവിടെയാണോ, ആമേൻ, നഷ്ടപ്പെട്ടത് എങ്ങനെയാണോ അതോർത്ത് നീ ഭാരപ്പെടേണ്ടത്. പകൽ അവൻ നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കുന്ന, നിന്റെ വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കുന്ന, നിന്റെ രട്ടഴിച്ച് നിന്റെ സന്തോഷം മുടിപ്പിക്കുന്ന ആ ദൈവപ്രവൃത്തിയുടെ കരം ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തക്ക സമയത്ത് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. തക്ക സമയത്ത് നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അവൻ എന്നോട് ഇങ്ങനെ വചനത്തിന് വെളിപ്പാടിലൂടെ കൈമാറുന്നു, ഒരു ദൂത് കൈമാറുന്നു. ഹല്ലേലൂയ, ആമേൻ. അബ്രഹാം ഹല്ലേലൂയ ദീർഘകാലം തലമുറയില്ലാതെ ഭാരപ്പെട്ടു. ആമേൻ, ഹല്ലേലൂയ. അവൻ 100-ാമത്തെ വയസ്സിൽ ദൈവം അവനൊരു തലമുറയെ കൊടുത്തു. ആമേൻ, ഹല്ലേലൂയ. തൻ ദൈവത്തെക്കാൾ കൂടുതൽ ആമേൻ തനിക്ക് ദൈവം ദാനമായി കൊടുത്ത തലമുറയെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയുവാൻ വേണ്ടി ആമേൻ ദൈവം അവനോട് പറഞ്ഞു, നീ ഇസ്ഹാക്കിനെ മോറിയ മലയിൽ കൊണ്ട് യാഗം കഴിക്കാം. ആമേൻ, ദൈവിക കൽപ്പന പ്രകാരം, ദൈവിക ആലോചന പ്രകാരം അബ്രഹാം ആമേൻ ഇസ്ഹാക്കിനെയും കൂട്ടി തന്റെ ഭാര്യക്കാരെയും കൂട്ടി മോറിയ മലയിലേക്ക് യാഗം കഴിക്കുവാൻ വേണ്ടി പുറപ്പെടുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഇറങ്ങിത്തിരിച്ച് മോറിയ മലയെ അടുത്തെത്തിയപ്പോൾ ബാല്യക്കാരോട് പറഞ്ഞു, നീയും ആമേൻ നിങ്ങൾ ഇവിടെ കഴുതിയുമായി ഇവിടെ നിൽപ്പും, ഞാനും ആമേൻ ബാലനും അവിടുത്തോളം ചെന്ന് യാഗം കഴിച്ച് മടങ്ങി വരാം. ആമേൻ, ഹല്ലേലൂയ. അബ്രഹാം ഇസ്ഹാക്കിനെയും കൂട്ടി യാഗം കഴിക്കുവാൻ മോറിയ മലയിലേക്ക് ആമേൻ പടിചവിട്ടി കയറുമ്പോൾ ആമേൻ ഇസ്ഹാക്ക് അബ്രഹാമിനോട് ചോദിച്ചു, അപ്പാ ആമേൻ യാഗത്തിനുള്ള വിറകൊണ്ട് തീയുണ്ട്, ആമേൻ മൃഗം എവിടെ? ആമേൻ, അബ്രഹാം ഒരു പദം പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ, യഹോവ കരുതിക്കൊള്ളും. ആമേൻ, ഹല്ലേലൂയ. അബ്രഹാമിന്റെ പദം ദൈവം ആമേൻ കുറിച്ചിട്ട് ആമേൻ ആ മോറിയ മലയിൽ ആമേൻ ഒരു പ്രതീക്ഷയുമില്ലാത്ത സാഹചര്യത്തിൽ ആമേൻ ഹല്ലേലൂയ എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ആമേൻ അബ്രഹാമിന് വേണ്ടി ഇറങ്ങി വന്ന് ആമേൻ ആട്ടിൻകുട്ടിയെ യാഗം കഴിക്കുവാൻ വേണ്ടി ആമേൻ ദൈവം ഒരുക്കി കൊടുത്തതുപോലെ ഇന്ന് പകൽ ആത്മാവിനോട് പറയുന്നു, ഏതൊക്കെയോ മേഖലകളിൽ ചില കരുതലുകൾ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, നിന്റെ സാഹചര്യങ്ങളിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. യെസ്, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വഴി തുറക്കുകയാണ്, വഴി തുറക്കുകയാണ്. ആമേൻ, പകൽ പരിശുദ്ധനോട് പറയുന്നു, ഫിനാൻഷ്യൽ മേഖലകളിൽ ആമേൻ അസാധാരണമായ ബ്രേക്ക് ത്രൂ കർത്താവ് ഇന്ന് പകൽ കൽപ്പിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ, വലിയൊരു ബ്രേക്ക് ത്രൂ, ആമേൻ വലിയ ബ്രേക്ക് ത്രൂ കർത്താവ് കൽപ്പിക്കുകയാണ്. ഏതൊക്കെയോ മുടങ്ങിപ്പോയ സാമ്പത്തിക മേഖലകളെ, പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട സാമ്പത്തിക മേഖലകളെ ആത്മാവ് നിങ്ങൾക്ക് തിരികെ ഏൽപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ വ്യക്തമായി ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ. അബ്രഹാമിന് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ അവിടെ ആരുമില്ല. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ തന്റെ ആമേൻ ദൈവിക ആലോചന പ്രകാരം അവൻ തന്റെ മകനുമായി യാഗം കഴിക്കുവാൻ മോറിയ മലയിലേക്ക് പടികേറിയ അബ്രഹാമിന് വേണ്ടി ആമേൻ ദൈവം ഒരു കരുതൽ വെളിപ്പെടുത്തിയതുപോലെ ഇന്ന് പകൽ ആത്മാവിനോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കരുതൽ വെളിപ്പെടുവാൻ പോകുകയാണ്. നീ പോലും പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ ആമേൻ ഹല്ലേലൂയ ഒരു കരുതലിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കപ്പെടുവാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. ആത്മാവിൽ ആമേൻ പറഞ്ഞ ദൂതനെ നിങ്ങൾ സ്വീകരിച്ചോ. ആമേൻ, ദൈവിക മഹത്വം നിങ്ങൾ കാണുവാൻ ഇടയായി തീരും. ആമേൻ, ദൈവ പ്രവൃത്തികൾ നിങ്ങൾ കാണുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ആമേൻ, നിങ്ങളുടെ നന്മ ആമേൻ മുടങ്ങി പോകുക, നിങ്ങളുടെ നന്മ കുരുങ്ങി പോകുക, നിങ്ങളുടെ അനുഗ്രഹം കുരുങ്ങി പോകുക ദൈവ സമ്മതിക്കത്തില്ലെന്ന് ഇപ്പോൾ ആത്മാവിനോട് പറയുന്നു.
പറയുന്നു, ഹല്ലേലൂയ, ജീവിതത്തിൽ എന്തെങ്കിലും പ്രതികൂലമുണ്ടോ, എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടോ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഒത്തിരി വില ദൈവസ്ഥലം നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നുണ്ടോ, ആമേൻ, ഹല്ലേലൂയ, പരിശുദ്ധനോട് പറയുന്നു അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കത്രേ. ഹല്ലേലൂയ, നിന്നെ കുറിച്ചൊരു ദൈവിക പദ്ധതി ദൈവത്തിനുണ്ട്, നിന്നെ കുറിച്ചൊരു ദൈവിക വാഗ്ദത്തം ദൈവത്തിനുണ്ട്. അതിലേക്ക് നിന്നെ കരം പിടിക്കുവാൻ വേണ്ടിയാണ് ഇന്നിന്റെ സാഹചര്യത്തിൽ, നിന്റെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിത സാഹചര്യങ്ങളെ നോക്കി ഭാരപ്പെടരുത്, ആമേൻ, നിരാശപ്പെടരുത്, ആമേൻ, പിറുപിറുക്കരുത്, ആമേൻ, നിന്റെ സാഹചര്യം എന്തുമായിരുന്നാലും, നിന്റെ അവസ്ഥകൾ എന്തുമായിരുന്നാലും അതിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിശ്ചയമായി നിങ്ങൾ അത്ഭുതങ്ങളെ കാണുവാനിടയായി തീരും. ദൈവവചനം ഇങ്ങനെ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ഒരു നാളിൽ ലജ്ജിച്ചു പോയിട്ടില്ല. ആമേൻ, ഹല്ലേലൂയ. ദൈവമുഖത്തേക്ക് നോക്കിയവർ ആരും ലജ്ജിച്ചു പോകുക ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. വിളിച്ച ദൈവം വിശ്വസ്തന, നമ്മളെ അന്ത്യം വരെ നടത്തുവാൻ സർവശക്തനാകിയ ആ ദൈവത്തിന്റെ കരത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ തടാകത്തിന്റെ കരയിൽ വന്ന് ശീമോനുള്ളതായ അവന്റെ പടകിലേക്ക് കയറിയിരിക്കുവാൻ ഇടയായി തീർന്നു. ആമേൻ, ഹല്ലേലൂയ. യേശുക്രിസ്തു ശീമോന്റെ പടകിൽ ഇരുന്നുകൊണ്ട് ദൈവവചനം ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. ആമേൻ. അവിടെ കൂടി വന്നിരുന്ന ജനത്തിന് ആവശ്യമായ ദൂതുകളും ആലോചനകളും വിടുതലുകളും അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നൽകി കൊടുത്ത് ആമേൻ, ഹല്ലേലൂയ, അവരെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, അതിന് തന്റെ ശുശ്രൂഷയുടെ അവസാന വേളയിൽ പത്രോസിനോട് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു. ആമേൻ, ഹല്ലേലൂയ, പത്രോസേ, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുക എന്ന്. ആമേൻ, ഹല്ലേലൂയ. എങ്ങനെ കർത്താവിന് ഇത് മനസ്സിലായി? ആമേൻ, എങ്ങനെ കർത്താവിന് ഇത് നേരത്തെ അറിഞ്ഞു? ഞാൻ പറയാം, ഹല്ലേലൂയ, നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മെ നന്നായി അറിയുന്ന ദൈവമാണ്. നമ്മുടെ അവസ്ഥകളെ, നമ്മുടെ സാഹചര്യങ്ങളെല്ലാം അറിയുന്ന ദൈവമാണ്. ആമേൻ, പത്രോസിന്റെ ജീവിത സാഹചര്യത്തിലെ മനസ്സിലാക്കിയ ദൈവം, ഹല്ലേലൂയ, തക്ക സമയത്ത് അവന്റെ പടകിലേക്ക് കയറി വന്ന് ആമേൻ, ഹല്ലേലൂയ, അവന് വേണ്ടി അത്ഭുതം ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ആമേൻ, ഹല്ലേലൂയ, വല കഴുകുകയായിരുന്ന ആമേൻ, ഹല്ലേലൂയ, പത്രോസിനെ ആമേൻ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന്, ആമേൻ, ഹല്ലേലൂയ, ഒരു ദൈവ പ്രവൃത്തിക്ക് സാധ്യത ഉണ്ടെന്ന് ദൈവമോടെ കാണിച്ചു കൊടുക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ആമേൻ, നിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചെടുത്ത്, ആമേൻ, നിന്റെ പ്രത്യാശ അസ്തമിച്ചെടുത്ത്, ആമേൻ, ഹല്ലേലൂയ, ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കേട്ടോ, ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ട് കേട്ടോ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. നീ ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ, നീ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ, നീ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ, ആമേൻ, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരത്തില്ല, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. ആത്മാവ് പറയുന്നു, വിളിച്ച ദൈവം വിശ്വസ്തന, നിനക്ക് വേണ്ടി അവൻ കരുതുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. കഴിഞ്ഞ രാത്രി മുഴുവൻ പത്രോസ് അധ്വാനിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തൊരു ആമേൻ സംഭവമാണ് പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ, ആമേൻ. ഇതുവരെ ഇല്ലാത്തൊരു ശൂന്യത, ഇതുവരെ കാണാത്തൊരു ഞെരുക്കം, ഇതുവരെ കാണാത്ത ആമേൻ വലിയ പ്രയാസം, ആമേൻ, തന്റെ പണിയെ ഇതുവരെ താൻ ഇങ്ങനെ ഒരു ശൂന്യത കണ്ടിട്ടുണ്ടാകത്തില്ല, ഇങ്ങനെ ഒരു പ്രതികൂലം കണ്ടിട്ടുണ്ടാകത്തില്ല, ഇങ്ങനെ ഒരു സാഹചര്യം താൻ അനുഭവിച്ചിട്ടുണ്ടാകത്തില്ല. പക്ഷേ ആമേൻ, ഹല്ലേലൂയ, അതുവരെ ഇല്ലാത്ത പ്രതികൂലം ആമേന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഒരു നിമിഷം താൻ തകർന്നു പോയേക്കാം, ഒരു നിമിഷം താൻ ഉടഞ്ഞു പോയേക്കാം. പക്ഷേ ആമേൻ, ദൈവിക വിളിയുള്ള പത്രോസേ, ദൈവിക പദ്ധതിയുള്ള പത്രോസേ, നീ ഉടഞ്ഞു പോകുവാൻ, നീ തകർന്നു പോകുവാൻ, ആമേൻ, നീ ഹല്ലേലൂയ, ആമേൻ, ഇല്ലാതായി പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല കേട്ടോ. ആമേൻ, വിളിച്ച ദൈവം വിശ്വസ്തന, അവൻ നിനക്ക് വേണ്ടി തക്ക സമയത്ത് ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ തക്ക സമയത്ത് അവന് വേണ്ടി ആമേൻ കരുതുവാനിടയായി തീർന്നു. ആമേൻ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്ന പത്രോസ്, ആമേൻ, യേശു കർത്താവ് ഒറ്റ വാക്ക് പറഞ്ഞുള്ളൂ, പത്രോസെ, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുക. ആമേൻ, തന്റെ എക്സ്പീരിയൻസുകളൊന്നും താൻ അവിടെ നിറത്താതെ, ആമേൻ, തന്റെ കഴിവുകളെ കുറിച്ചൊന്നും താൻ പ്രശംസിച്ച് പറയാതെ, യേശു കർത്താവ് പറഞ്ഞ വാക്ക് താൻ അതുപോലെ അവിടെ അനുസരിച്ച് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽ ആത്മാവിനെ ഞാൻ പറയട്ടെ, ആമേൻ, ഹല്ലേലൂയ, കർത്താവ് എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ, കർത്താവ് എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ, ആമേൻ, അത് നിങ്ങൾ അനുസരിക്കുവാൻ തയ്യാറാകുക. ആമേൻ, ഹല്ലേലൂയ. അരുമനാഥ് നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അവന്റെ വാക്കിനെ നിങ്ങൾ അനുസരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ദൈവം വെറുതെ നമ്മളോടൊരു വാക്ക് പറയത്തില്ല, കർത്താവ് വെറുതെ നമ്മളോടൊരു വാക്ക് സംസാരിക്കത്തില്ല. കർത്താവ് എന്തെങ്കിലും കൽപ്പിച്ചാൽ, നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു വ്യക്തമായ
വ്യക്തമായ കാരണമുണ്ടാകും. വ്യക്തമായ റിസൾട്ട് അതിലുണ്ടാകും. അതുകൊണ്ട് ഇന്ന് പകലിൽ ആത്മാവിനെ ഞാൻ പറയട്ടെ, കർത്താവ് എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ, കർത്താവ് എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ, ആമേൻ ഹല്ലേലൂയ, നിശ്ചയമായി നിങ്ങളത് അനുസരിക്കുവാൻ തയ്യാറാകുക, അനുസരിക്കുവാൻ തയ്യാറാകുക. നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമായി മാറുവാനിടയായി തീരും. അനുസരിച്ചാൽ ദൈവിക മഹത്വം കാണും. അനുസരിച്ചാൽ ദൈവത്തിന്റെ ദൈവ പ്രവൃത്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാനിടയായി തീരും. പലപ്പോഴും നമുക്ക് ദൈവ ശബ്ദം കേൾക്കുവാൻ ഇഷ്ടമാ, ദൈവിക ആലോചന കേൾക്കുവാൻ ഇഷ്ടമാ, എന്നാൽ അതിനൊത്തവണ്ണം ചുവട് വെച്ച് പ്രാർത്ഥിച്ചു കയറുവാൻ നാം തയ്യാറാകാത്ത സാഹചര്യം പലപ്പോഴും നമ്മുടെ മുൻപിൽ ഉണ്ടാകാറുണ്ട്. ദൈവശബ്ദത്തിനൊത്തവണ്ണം മുന്നേറുവാൻ കഴിയാതെ വണ്ണം പല നിലവാരത്തിൽ പൈശാചിക മണ്ഡലങ്ങൾ നമ്മളെ പുറകോട്ട് വലിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇന്ന് ആത്മാവ് പറയുന്നു, പൈശാചിക മണ്ഡലങ്ങളെ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ദൈവിക വിളിക്കൊത്തവണ്ണം ചുവട് വെച്ച് കയറുവാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ നിശ്ചയമായി ദൈവപ്രവൃത്തികൾ നിങ്ങൾ കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. ആരൊക്കെ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചിട്ടുണ്ടോ അവരെല്ലാം അത്ഭുതം കണ്ടിട്ടുണ്ട്, അവരൊക്കെ ദൈവിക മഹത്വം കണ്ടിട്ടുണ്ട്. ദൈവിക വാക്ക് അനുസരിച്ച ദൈവിക മഹത്വം നമ്മൾ കാണുക തന്നെ ചെയ്യും. യേശു കർത്താവിന്റെ വാക്കിനെ പത്രോസ് അതേപടി അനുസരിച്ചു. തന്റെ കഴിവുകളോ തന്റെ എക്സ്പീരിയൻസുകളോ ഒന്നും താൻ അവിടെ നിരത്തുവാൻ തയ്യാറാകാതെ വണ്ണം യേശുവിന്റെ വാക്കിനെ അനുസരിച്ചു കൊടുത്തപ്പോൾ അവൻ താഴ്ന്നു കൊടുത്തപ്പോൾ അവന്റെ ജീവിതം ഒരു അത്ഭുതമായി മാറുവാനിടയായി തീർന്നു. തന്റെ ലൈഫിൽ താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലവാരത്തിലുള്ള ഒരു നന്മയുടെ ഉറവിട സമ്പത്ത് അനുഗ്രഹം ബ്ലെസ്സിങ് അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തീർന്നു. നിന്റെ പകലാത്മാവിനെ ഞാൻ വിളിച്ചു പറയാം, കർത്താവിന്റെ വാക്കനുസരിച്ചാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്, നിന്റെ ലൈഫിൽ നീ കണ്ടിട്ടില്ലാത്തത് ആത്മാവ് നിന്റെ ജീവിതത്തിൽ കൽപ്പിക്കും. പിന്നെ നിനക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല, പിന്നെ നിനക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല, നിന്റെ സാഹചര്യത്തെ നോക്കി നിനക്ക് നീ ഭാരപ്പെടേണ്ടി വരത്തില്ലെന്ന് ആത്മാവ് പകൽ ദൂത് കൈമാറുകയാണ്. ദൈവിക ആലോചനയ്ക്ക് മുൻപാകെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ചിൽബാക്കോട്ടെ എന്ന് പറഞ്ഞ സിസ്റ്ററോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് പകൽ ദൈവത്തിന്റെ കരത്തിൽ നിന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. ഈ ദിവസങ്ങളിൽ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ പോവുകയാണ്. ഇന്നിന്റെ സാഹചര്യത്തെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട, ഇന്നിന്റെ അവസ്ഥകളെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. പലപ്പോഴും ഹൃദയത്തിന്റെ അകത്തളത്തിൽ കയറി വരുന്ന നിരാശകളെ നീ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. പലപ്പോഴും തകർന്നു പോകുന്ന സാഹചര്യങ്ങൾ ഇതിനു മുമ്പിൽ വെളിപ്പെടാറുണ്ട്. ആത്മാവിനോട് പറയുന്നു, വിളിച്ച ദൈവം വിശ്വസ്തന, അവൻ അന്ത്യം വരെ വഴി നടത്തുവാൻ ശക്തന. നിനക്ക് വേണ്ടി ഭർത്താവ് പറയുന്നു, ഒരു ന്യൂ ബിഗിനിങ് നിന്റെ മുമ്പിൽ കർത്താവ് തുടങ്ങുകയാണ്. ന്യൂ ബിഗിനിങ്. കർത്താവ് അങ്ങനെ ഒരു പദ കർത്താവിനോട് പറയുന്നു, നിനക്ക് വേണ്ടി ചില പുതിയ വഴികളെ പുതിയ വഴികളെ കർത്താവ് നിനക്ക് വേണ്ടി തുറക്കുകയാണ്. ആർക്കും തുറന്നിട്ടില്ലാത്ത നിലവാരത്തിലുള്ള അത്ഭുതകരമായ വഴികളെ കർത്താവ് നിനക്ക് വേണ്ടി തുറക്കുകയാണ്. കർത്താവിനോട് പറയുന്നു, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട തന്റെ ജനത്തിനു വേണ്ടി ആരും കടന്നു പോകാത്ത വഴി ചെങ്കടലിന്റെ നടുവിൽ കൂടി ദൈവം തുറന്നു കൊടുത്തെങ്കിൽ ഇന്ന് പകലാത്മാവിനോട് പറയുന്നു, ആർക്കും തുറന്നു കൊടുത്തിട്ടില്ലാത്ത നിലവാരത്തിലുള്ള സ്വർഗീയ വഴികളെ നിന്റെ മുമ്പിൽ കർത്താവ് തുറക്കുകയാണ്. നിനക്ക് വേണ്ടി ദൂതന്മാർ ഇറങ്ങുകയാണ്. ആർക്കും കടന്നു പ്രവർത്തിപ്പാൻ കഴിയാത്ത മേഖലകളിൽ നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങുകയാണ്. ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് ദൂത് കൈമാറുകയാണ്. ഏതൊക്കെയോ വിഷയങ്ങളുടെ മുഖത്ത് ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ദൈവദാസിയെ ഇന്ന് പകൽ നിനക്ക് വേണ്ടി കർത്താവ് വഴി തുറക്കുകയാണ്, നിനക്ക് വേണ്ടി വഴി തുറക്കുകയാണ്. കർത്താവിനോട് പറയുന്ന അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ ഹെരോദ രാജാവ് സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. പത്രോസിനെ കൊല്ലുവാൻ കാരാഗൃഹത്തിൽ അടച്ചിട്ടു. പക്ഷെ വാഗ്ദത്തമുള്ള പത്രോസിനെ തകർത്ത് കളയുവാൻ ഹെരോദാവിന് കഴിഞ്ഞില്ല. ദൈവ വിളിയുള്ള പത്രോസിനെ തകർക്കുവാൻ ഹെരോദാവിന് കഴിഞ്ഞില്ല. ഇന്ന് പകലിൽ ആർക്കും കടന്നു പത്രോസിനെ രക്ഷിപ്പാൻ കഴിയാത്ത സാഹചര്യത്തിൽ, പത്രോസിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവന് വേണ്ടി ദൂതൻ ഇറങ്ങിയതുപോലെ ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, ആർക്കും കടന്നു പ്രവർത്തിപ്പാൻ കഴിയാത്ത മേഖലകളിൽ നിനക്ക് വേണ്ടി കർത്താവ് ദൂതനെ അയച്ച് തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി
രൂപപ്പെടുത്തുമെന്ന് കർത്താവിനോട് പറയുന്നു. എന്തോ വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട് ചില ദൈവിക വഴികളെ കർത്താവ് നിന്റെ മുമ്പിൽ തുറന്നു തരുന്ന ഒരു കാഴ്ച ആത്മാവിനെ കാണിക്കുന്നു. ഹാലലൂയ, ആമേൻ, ഹാലലൂയ, ആമേൻ. എന്തൊക്കെയോ പേപ്പർ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ക്ലിയർ ചെയ്ത് നിന്റെ കരത്തിൽ തരുന്ന ഒരു കാഴ്ച ആത്മാവിനെ കാണിക്കുന്നു. ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിച്ചോ, കർത്താവ് നിന്റെ മുമ്പിൽ ആമേൻ പുതിയ വഴികൾ തുറക്കും, പുതിയ ഡോറുകൾ ഓപ്പൺ ചെയ്യുമെന്ന് ആമേൻ പിന്നെയും പിന്നെയും പരിശുദ്ധാത്മാവിനോട് പറയുന്നു. കർത്താവിനോട് പറയുന്നു, ഉറപ്പിച്ചത് തന്നെ പറയുന്നു. ഹല്ലേലൂയ, നിനക്ക് വേണ്ടി പുതുവഴികളെ കർത്താവ് തുറക്കുവാൻ പോകുകയാണ്. ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങുവാൻ പോകുകയാണ്. വഴി തെളിക്കുന്ന ആമേൻ ദൈവപ്രവൃത്തികളെ ഹല്ലേലൂയ ആമേൻ നിനക്ക് വേണ്ടി ചെയ്തു തരുക ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ആമേൻ ഹല്ലേലൂയ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. ചില ദൈവപ്രവൃത്തികൾ വേഗത്തിൽ നീ കാണുവാൻ പോകുകയാണ്. ചില ദൈവപ്രവൃത്തികൾ നീ വേഗത്തിൽ കാണുവാൻ പോകുകയാണ്. കുടുംബത്തിലെ സ്ഥിതികൾ മാറുവാൻ പോകുകയാണ്. അവസ്ഥകൾ മാറുവാൻ പോകുകയാണ്. ഇന്നിന്റെ സാഹചര്യങ്ങൾ മാറുവാൻ പോകുകയാണെന്ന് ആത്മാവിനോട് പറയുന്നു. ഹല്ലേലൂയ, ജൂഡാമന ഹഡഗ സംദൽ റൈശസ്യാം ധര ആരഗജന ഹഡഗ സ്യാം ധര വൈശ പ്രൗഢമന ഹഡഗ സ്യാം ധര. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ വാക്ക് കേട്ട് ആമേൻ പത്രോസ് താഴത്തിലേക്ക് മീൻപിടുത്തത്തിന് വലയിറക്കി. ആമേൻ തന്റെ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതം അന്ന് താൻ കാണുവാനിടയായി തീർന്നു. ആമേൻ ഹല്ലേലൂയ. തനിക്ക് സംഭ്രമം പിടിച്ചു, ആമേൻ ഭയം പിടിച്ചു, പേടി പിടിച്ചു. അങ്ങനൊരു ദൈവപ്രവൃത്തിയെ ആമേൻ അവന്റെ ജീവിതത്തിൽ ആമേൻ വെളിപ്പെടുവാനിടയായി തീർന്നു. ഇതിന് പകൽ ആത്മാവിനോട് പറയുന്നു, നീ പോലും പേടിച്ചു പോകത്തക്ക നിലവാരത്തിൽ, നിനക്ക് പോലും സംഭ്രമം പിടിക്കത്തക്ക നിലവാരത്തിൽ, ആമേൻ എന്താ കർത്താവേ എന്ന് ചിന്തിക്കത്തക്ക നിലവാരത്തിൽ ആമേൻ ഹല്ലേലൂയ ദൈവപ്രവൃത്തികൾ നിന്റെ കൂടാരത്തിൽ വന്നു കയറുവാൻ പോകുകയാണ്. ആമേൻ പത്രോസ് ആമേൻ തന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളികളെ മാടി വിളിച്ച് ആമേൻ ഹല്ലേലൂയ ആ മീൻകൂട്ടത്തെ ആമേൻ പടകിലേക്ക് അടുപ്പിക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽ ആത്മാവിനോട് പറയുന്നു, ആമേൻ ഏകരെ സഹായിക്കത്തക്ക നിലവാരത്തിൽ, ആമേൻ മറ്റുള്ളവരെ മാടി വിളിച്ച് ആമേൻ കൊടുക്കത്തക്ക നിലവാരത്തിൽ അവന്റെ ജീവിതത്തിൽ ഒരു നിറവ് വെളിപ്പെട്ടതുപോലെ ആത്മാവിനോട് പറയുന്നു. ആമേൻ നിന്റെ ശൂന്യതയുടെ നടുവിൽ, നിന്റെ ജെറുഖത്തിന്റെ നടുവിൽ, ആമേൻ നിന്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഒന്നുമില്ലാത്ത അവസ്ഥയുടെ മുൻപിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ സകലത്തെയും നിറയ്ക്കുന്ന നിറവായവന്റെ നിറവ് ആമേൻ വെളിപ്പെടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ ആമേൻ ഒരു വലിയ നിറവ് വെളിപ്പെടുവാൻ പോകുകയാണ്. ആമേൻ ഹല്ലേലൂയ ആമേൻ നിന്റെ ബന്ധുമിത്രാദികൾ പറയും, നിന്റെ കൂടപ്പറപ്പുകൾ പറയും, നിന്റെ ചർച്ചക്കാർ പറയും, ആമേൻ ഇവളെങ്ങനെ ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടോ, ഇവൻ എങ്ങനെ ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടോ ആമേൻ എന്ന് പറയത്തക്ക നിലവാരത്തിൽ ആമേൻ നിന്റെ സ്ഥിതികളെ പരിശുദ്ധാത്മ മാറ്റുവാൻ പോകുകയാണ്. നിന്റെ അവസ്ഥകളെ കർത്താവ് മാറ്റുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ ഒരു ദൈവിക മഹത്വം ആമേൻ കൂടാരത്തിൽ വന്നു കയറുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലത്തിന്റെയും നിറവായവൻ ആമേൻ പത്രോസിന്റെ പടകിൽ കാൽ കുത്തിയപ്പോൾ ആമേൻ അവന്റെ ജീവിതത്തിലെ ശൂന്യത മാറുവാനിടയായി തീർന്നു. ഇന്ന് പകലിൽ ആമേൻ ഹല്ലേലൂയ ആ സകലത്തിന്റെയും നിറവായവനെ ആമേൻ നമ്മുടെ ആമേൻ ആമേൻ ജീവിതത്തിലേക്ക് ഒന്ന് ക്ഷണിക്കാം, നമ്മുടെ പടകിലേക്ക് ഒന്ന് ക്ഷണിക്കാം. ഇന്ന് പകലിൽ കർത്താവേ എന്റെ ശൂന്യതയൊന്ന് മാറ്റണമേ, എന്റെ ഞെരുക്കമൊന്ന് മാറ്റണമേ, എന്റെ ഇടുക്കമൊന്ന് മാറ്റണമേ, എന്റെ അവസ്ഥയൊന്ന് മാറ്റണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങുന്നവർ ആത്മാവിൽ ജാഗരിച്ചു തുടങ്ങിയാട്ടെ. എന്റെ അവസ്ഥകൾ കർത്താവ് മാറ്റുവാൻ പോകുകയാണ്. ആമേന്റെ സാഹചര്യങ്ങൾ കർത്താവ് മാറ്റുവാൻ പോകുകയാണ്. ആമേൻ ദൈവം ആമേൻ ചില വഴികളെ നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിനോട് പറയുന്നു, നഷ്ടപ്പെട്ട പോയ ചിലതിനെ കയ്യെത്തിയെടുക്കത്തക്ക നിലവാരത്തിൽ ചില നന്മകൾ നിങ്ങളുടെ അടുക്കിലേക്ക് ആമേൻ അടുത്തു വരികയാണ്. ആമേൻ ഹല്ലേലൂയ ആമേൻ. വചനത്തിന്റെ വെളിപ്പാടിലൂടെ പരിശുദ്ധാത്മ ഇങ്ങനെ പറയുന്നു, പ്രവാചക ശിഷ്യന്മാർ ആലയത്തിന്റെ ഇടുക്കം കണ്ടിട്ട് ആമേൻ ഹല്ലേലൂയ ആലയം വിശാലമാക്കുവാൻ മരം വെട്ടുവാൻ വേണ്ടി യോർദാന്റെ തീരത്ത് പോയി. ആമേൻ മരം വെട്ടുന്നതിനിടയിൽ ആമേൻ കോടാലി യോർദാന്റെ അടിയിൽ പോകുവാനിടയായി തീർന്നു. ആമേൻ ഹല്ലേലൂയ ആമേൻ. എലീശ ഒരു ആമേൻ കോൽ പ്രാർത്ഥിച്ചറിഞ്ഞപ്പോൾ ആ ഹല്ലേലൂയ ഇരുമ്പ് പൊങ്ങി വരുവാനിടയായി തീർന്നു. ആമേൻ ഹല്ലേലൂയ കോടാലി ആഴത്തില വീണത്, പക്ഷേ ആമേൻ ഹല്ലേലൂയ ആമേൻ പ്രാർത്ഥിച്ചു കോലെറിഞ്ഞപ്പോൾ അത് ആമേൻ കയ്യെത്തി എടുക്കത്തക്ക നിലവാരത്തിൽ ആ ഇരുമ്പ് അവന്റെ അടുക്കൽ പൊങ്ങി വന്നതുപോലെ ഇന്ന് പകൽ ആത്മാവിനോട് പറയുന്നു, പ്രാർത്ഥനയാകുന്ന ആയുധത്തെ നീ മൂർച്ച കൂട്ടിക്കോ. ആമേൻ പ്രാർത്ഥനയാകുന്ന ആയുധത്തെ നീ മൂർച്ച കൂട്ടിക്കോ. ഇന്ന് പകൽ ഹല്ലേലൂയ
ഹാലലൂയ. ആത്മാവ് പറയുന്നു ചില നന്മകൾ കയ്യെത്തി എടുക്കത്തക്ക നിലവാരത്തിൽ നിന്റെ അടുക്കലേക്ക് കയറി വരികയാണ്. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്ന മേഖലകളിൽ ഹാലലൂയ ആമേൻ എന്നോട് കർത്താവ് പറയുന്നു അത് കയ്യെത്തി എടുക്കത്തക്ക നിലവാരത്തിൽ ആ ദൈവിക നന്മകൾ അനുഗ്രഹങ്ങൾ നിന്റെ അടുക്കലേക്ക് ആമേൻ കയറി വരികയാണ്. ഇത് പകൽ ആരൊക്കെയോ തലമുറകളോർത്ത് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ നോക്കി കർത്താവിനോട് പറയുന്നു എന്തായിത്തീരും, എങ്ങനെയായിത്തീരും. ആമേൻ ഹാലലൂയ ആമേൻ ഹാലലൂയ. അങ്ങനെയൊക്കെ ഭാരപ്പെട്ട് ആമേൻ ദൈവത്തിൽ ഒത്തിരി ആയിരിക്കുന്ന മാതാപിതാക്കളെ നോക്കി പരിശുദ്ധാത്മാവിനോട് പറയുന്നു ഹാലലൂയ ആമേൻ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുവാൻ പോകുകയാണ്. തലമുറകൾക്ക് വേണ്ടി ദൈവം വഴി തുറക്കുവാൻ പോകുകയാണ്. ഇന്നിന്റെ സാഹചര്യങ്ങൾ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. ഇന്നിന്റെ തലമുറകളുടെ അവസ്ഥകൾ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. അവർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അവർക്ക് വേണ്ടി ദൈവം കരുതുമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മളെ ഇടുക്കങ്ങളെ മാറ്റുന്ന ദൈവം. ആമേൻ ആമേൻ ആമേൻ. നമ്മുടെ ആമേൻ ഞെരുക്കങ്ങളെ മാറ്റുന്ന ദൈവം. ഹാലലൂയ ആമേൻ നമുക്ക് വേണ്ടി വഴി തുറക്കും. ആമേൻ ഹാലലൂയ. കർത്താവ് ഹാലലൂയ നാം ഒരിക്കലും ഇടുക്കത്തിലും ഞെരുക്കത്തിലും പ്രയാസത്തിലും ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ ഇടുക്കവും ഞെരുക്കവും ആമേൻ പ്രയാസവും ഒക്കെ കൊണ്ടുവരുന്നത് ആമേൻ ദൈവത്തിന്റെ പരിപാടി അല്ല. ഇന്ന് പകൽ ആത്മാവ് പറയുന്നു നാം വിശാലതയിലിരിക്കുവാൻ, നാം സമൃദ്ധിയിലിരിക്കുവാൻ, നാം നന്മയിലിരിക്കുവാൻ, അനുഗ്രഹത്തിലിരിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ബ്ലെസ്സിംഗിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കരം പിടിക്കും. ഹാലലൂയ. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നു ഒരു ദൈവിക ബ്ലെസ്സിംഗ് എന്റെ മേൽ വെളിപ്പെടണമെന്ന്, ഒരു ദൈവിക അനുഗ്രഹം എന്റെ മേൽ വെളിപ്പെടണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ ഒരു ബ്ലെസ്സിംഗ്, അങ്ങനെ ഒരു അനുഗ്രഹം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കൈമാറുവാൻ ഇടയായി തീരും. ഹാലലൂയ ആമേൻ ഹാലലൂയ ആമേൻ. ദൈവിക വിളിയുള്ള, ദൈവിക പദ്ധതിയുള്ള ശൂന്യതയുമായി നിൽക്കുന്ന പത്രോസിന്റെ പടകിൽ അരുമനാഥൻ കടന്നു വന്ന് കയറി അവന്റെ ജീവിതത്തിലെ ശൂന്യതയെ മാറ്റി, അവന്റെ ജീവിതത്തിലെ നഷ്ടങ്ങളെ മാറ്റി. ആമേൻ ഹാലലൂയ. ഒരിക്കലും ഹാലലൂയ ഭാരപ്പെടാൻ ഇടവരാത്ത നിലവാരത്തിൽ അവന്റെ നന്മ കൊണ്ട് നിറച്ച് ആമേൻ അവന്റെ ജീവിതത്തെ അമ്പാടെ മാറ്റി ദൈവിക ദൗത്യത്തിലേക്ക് അവനെ കരം പിടിക്കുവാൻ ഇടയായി തീർന്നു. ഹാലലൂയ. ഇന്ന് പകൽ ആത്മാവ് ആമേനോട് പറയുന്നു ചിലതിനൊക്കെ ദൈവിക പദ്ധതിയിലേക്ക്, ദൈവിക വാഗ്ദത്തത്തിലേക്ക്, ദൈവിക നിയോഗത്തിലേക്ക് ഇന്ന് പകൽ ആത്മാവ് തള്ളി കയറ്റുകയാണ്. അങ്ങനെ ഒരു സീസൺ നമ്മുടെ മുമ്പിൽ ആത്മാവ് തുറക്കുകയാണ്. പരിശുദ്ധാത്മാവോട് പറയും നാളുകളായി വാഗ്ദത്തം കേൾക്കുന്നുണ്ട്, നാളുകളായി ദൈവ ശബ്ദം കേൾക്കുന്നുണ്ട്, ദൈവിക ആലോചന കേൾക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ആ കേട്ട വാഗ്ദത്തത്തിന് ഒത്തവണ്ണം ചുവട് വെച്ച് കയറാൻ കഴിയാതെ വേണം നിന്റെ പകലായിരിക്കുന്ന ജീവിതമേ ആത്മാവിനോട് പറയുന്നു ആമേൻ നിന്റെ ഇരുത്തലിന്റെ സീസൺ കഴിഞ്ഞു. ആമേൻ ഹാലലൂയ. വാഗ്ദത്തത്തെ ചലിപ്പിക്കുന്ന ഒരു സീസൺ ആത്മാവ് നിന്റെ മുമ്പിൽ തുറന്നു വിടുകയാണ്. വാഗ്ദത്തത്തെ ജനിപ്പിക്കുന്ന ഒരു സീസൺ നിന്റെ മുമ്പിൽ തുറന്നു വിടുകയാണ്. ആത്മാവ് വ്യക്തമായോട് ദൂതുകായി മാറുകയാണ്. ആമേൻ എന്നും കുന്നു വാഗ്ദത്തം കേട്ടിരിക്കുവാനല്ല, എന്നും ഹാലലൂയ ദൈവിക ശബ്ദം കേട്ടിരിക്കുവാനല്ല. ആ കേട്ട ശബ്ദം നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുവാൻ പോകുകയാണ്. ആ കേട്ട ശബ്ദം ആമേൻ നിന്റെ ജീവിതത്തിൽ നീ അത് അന്വർത്ഥമാകുവാൻ പോകുകയാണ്. അതിലേക്ക് നീ ആമേൻ കയറുവാൻ പോകുകയാണെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് ദൂതുകായി മാറുകയാണ്. ഹാലലൂയ ആമേൻ. ദൈവിക വാഗ്ദത്തം ആമേൻ നമ്മിൽ ചലിച്ചു തുടങ്ങുവാൻ പോകുകയാണ്. ആമേൻ ദൈവിക വിളിയിലേക്ക് പത്രോസിനെ എൻട്രി ഏൽപ്പിച്ചതുപോലെ ആമേൻ ഹാലലൂയ. അവസാനമായി കർത്താവ് പറയുന്ന ഒരു പദമുണ്ട്. ആമേൻ ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. ആമേൻ അവന്റെ വിളിയിലേക്ക്, അവന്റെ ദൗത്യത്തിലേക്ക് ആത്മാവനെ തള്ളിക്കയറ്റി. ആമേൻ ഹാലലൂയ. ഇന്ന് പകൽ ആത്മാവിനോട് പറയുന്നു നിങ്ങളുടെ ദൗത്യത്തിലേക്ക്, നിങ്ങളുടെ വിളിയിലേക്ക്, ആ ദൈവിക പദ്ധതിയിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ തള്ളിക്കയറ്റുകയാണ്. ഹാലലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് കർത്താവെ എന്നെ കുറിച്ച് ദൈവിക പദ്ധതിയുണ്ട്, ദൈവിക ആലോചനയുണ്ട്, കർത്താവെ ദൈവിക വിളിയുണ്ട്, അതിനൊത്തവണ്ണം എനിക്കൊന്ന് ചുവട് വെച്ച് കയറണം, ഇന്ന് പകൽ അതിനായിട്ട് എന്നെ ഒന്ന് സഹായിക്കണമേ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാണെങ്കിൽ അങ്ങനെ ഒരു ആമേൻ ഹാലലൂയ ചലനം നിങ്ങളുടെ കൂടാരങ്ങളിൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. ഹാലലൂയ ഹാലലൂയ. അത്ഭുതങ്ങൾ നമ്മൾ കാണുവാൻ പോവുകയാണ്. ഹാലലൂയ ഹാലലൂയ. ദൈവിക വിളിക്കൊത്തവണ്ണം ചലിക്കുവാൻ, ആമേൻ ദൈവിക വാഗ്ദത്തത്തിനൊത്തവണ്ണം ചലിക്കുവാൻ ആമേൻ കർത്താവ് നമ്മളെ സഹായിക്കുവാൻ പോവുകയാണ്. ഹാലലൂയ ഹാലലൂയ. പ്രാർത്ഥനയിൽ മുന്നേറുവാൻ, ദൈവിക ബന്ധത്തിൽ മുന്നേറുവാൻ, ദൈവമായ കൂട്ടായ്മയിൽ മുന്നേറുവാൻ ആമേൻ ഹാലലൂയ. ദിവസങ്ങൾ ആ വിളിക്കൊത്തവണ്ണം ചുവട് വെച്ച് കയറുവാൻ ഈ ദിവസങ്ങൾ നമ്മെ കർത്താവ് സഹായിക്കും. ഹാലലൂയ ആമേൻ. പലപ്പോഴും പല സാഹചര്യങ്ങൾ കൊണ്ടിട്ട് നമ്മെ ക്ഷീണിപ്പിച്ച് കളയുകയാണ്. ആമേൻ
നിരാശകൾ കൊണ്ടിട്ട് നമ്മളെ താഴ്ത്തിക്കളയുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആമേൻ കർത്താവ് തുടച്ചു മാറ്റി ആമേൻ ദൈവിക വിളിയിലേക്ക് നമ്മളെ എൻട്രി ചെയ്യിപ്പിക്കുവാൻ പോകുകയാണ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ തന്റെ ജീവിത സാഹചര്യത്തിൽ കുരുങ്ങിപ്പോയി ആമേൻ പരാജയപ്പെട്ട പത്രോസിനെ ആമേൻ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ ബ്ലെസ്സിംഗ് അവന്റെ ജീവിതത്തിൽ നൽകി കൊടുത്ത് അവന്റെ ജീവിതത്തെ ഒരു വിജയമാക്കി തീർത്തു കഴിഞ്ഞപ്പോൾ തന്റെ ലേഖനങ്ങളിൽ താൻ ഇങ്ങനെ എഴുതി വെച്ചു, ആമേൻ അവൻ നിങ്ങൾക്ക് ആമേൻ ദൈവിക വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ ആമേൻ നിങ്ങൾ തയ്യാറാകണമെന്ന് ആമേൻ പത്രോസിന്റെ ലേഖനങ്ങൾ എഴുതുവാനിടയിൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവിൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മെ വിളിച്ചിരിക്കുന്ന വിളി എന്താണ്, നമ്മെ വിളിച്ചിരിക്കുന്ന ദൗത്യം എന്താണ്, നമ്മെ വിളിച്ചിരിക്കുന്ന ഉദ്ദേശം എന്താണെന്ന് ആമേൻ ഹല്ലേലൂയ മനസ്സിലാക്കിക്കൊണ്ട് ആമേൻ ദിവസങ്ങളിൽ ചുവട് വെച്ച് കയറുവാൻ നാം തയ്യാറാകണം. ഹല്ലേലൂയ. വലിയ ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോവുകയാണ്. വലിയ അത്ഭുതങ്ങൾ നമ്മൾ കാണുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ സാഹചര്യത്തെ നോക്കി നിങ്ങൾ പറയുക, ഞാൻ അത്ഭുതം കാണും. ആമേൻ ഞാൻ ദൈവപ്രവൃത്തി കാണും. ആമേൻ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ആമേൻ ഞാൻ വാലല്ല, ഞാൻ തലയാകും. ഞാൻ ഉയർച്ച പ്രാപിക്കും, താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. ആമേൻ ദിവസങ്ങളിൽ നാം എന്ത് ഡിക്ലെയർ ചെയ്യുന്നു, നാം എന്ത് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പറയുന്നു, അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. നാം ആമേൻ നെഗറ്റീവ് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നാം പോസിറ്റീവാ പറയുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് തന്നെ സംഭവിക്കും. ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകൽ ഹല്ലേലൂയ ആത്മാവിൽ നിന്ന് ഡിക്ലെയർ ചെയ്ത് തുടങ്ങിയട്ടെ. ആമേൻ ജീവിതത്തിന്റെ സ്ഥിതി മാറും, എന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറും, എന്റെ തലമുറകളുടെ സ്ഥിതി മാറും, എന്റെ അവസ്ഥ മാറും. ആമേൻ നിന്റെ സാഹചര്യങ്ങൾ മാറും. ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ വാഗ്ദത്തം പ്രാപിക്കും, ഞാൻ ഉയർച്ച പ്രാപിക്കും. ആമേൻ കർത്താവ് രാജ്യത്തിനു വേണ്ടി ഞാൻ ഓടുവാൻ ആമേൻ ഹല്ലേലൂയ ഓടുവാൻ ഹല്ലേലൂയ കർത്താവിനെ ഒരുക്കും. ആമേൻ ഹല്ലേലൂയ. ദൈവിക വിളിയിലേക്ക് കർത്താവിനെ ഒരുക്കുമെന്ന് ഇന്ന് പകൽ ഡിക്ലെയർ ചെയ്ത് തുടങ്ങിയാട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ നിങ്ങൾ അത്ഭുതം കാണുവാൻ തുടങ്ങും. ഹല്ലേലൂയ. Yes, Lord Jesus. Amen. Hallelujah. Amen. Hallelujah. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. Hallelujah. കേട്ട ദൂതിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. Hallelujah. ആമേൻ ശൂന്യതയുടെ പടകവുമായി നിന്ന് പത്രോസിന്റെ ജീവിതത്തിൽ മരുമനാഥൻ കടന്നു വന്ന് ആ ദൈവിക ദൗത്യത്തിലേക്ക്, ദൈവിക വിളിയിലേക്ക്, ദൈവിക പദ്ധതിയിലേക്ക് അവരെ കരം പിടിച്ചതുപോലെ ഇന്ന് പകൽ ആത്മാവിനോട് പറയുന്നു, ഏതൊക്കെയോ ജീവിതത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് ആമേൻ ദൈവിക ദൗത്യത്തിലേക്ക് കരം പിടിച്ചിട്ടുണ്ട്, ദൈവിക വിളിയിലേക്ക് ിച്ചിട്ടുണ്ടെന്ന് ആത്മാവ് വ്യക്തമായോട് പറയുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കണ്ണാലെ നിങ്ങൾ ദൈവപ്രവൃത്തികൾ കാണും, അത്ഭുതങ്ങൾ കാണും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ സീസണുകളെ ആത്മാവ് തിരുത്തുവാൻ പോവുകയാണ്. നിങ്ങളുടെ സീസണുകളെ ആത്മാവ് ചേഞ്ച് ചെയ്യിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവോട് പറയുന്നു, ഇന്നലെ വരെ കണ്ട സാഹചര്യമല്ല, ഈ നിമിഷം വരെ കണ്ട സാഹചര്യങ്ങളല്ല. ആമേൻ എടുത്തു പറയത്തക്ക നിലവാരത്തിൽ ആമേൻ ചില ദൈവപ്രവൃത്തികൾ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ കൈപ്പത്തിയോളം വരുന്ന ചില പ്രാർത്ഥനയുടെ മറുപടികൾ ഏരിയാവ് കണ്ടതുപോലെ ഇന്ന് ആത്മാവ് പറയുന്നു, ചില ദൈവപ്രവൃത്തികൾ പ്രാർത്ഥനയുടെ മറുപടികൾ ആമേൻ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. ആമേൻ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ ആമേൻ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ആമേൻ ഹല്ലേലൂയ ദൈവപ്രവൃത്തിയുടെ കരങ്ങൾ നിങ്ങൾ കൂടാരത്തിൽ കണ്ടു തുടങ്ങുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കേൾപ്പിക്കപ്പെട്ട ദൂതിന് മുമ്പാകെ നിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നപ്പ ഇന്ന് പകൽ കർത്താവേ, കേട്ട വചനം കർത്താവേ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ, വിടുതലായി തീരട്ടപ്പ. ആമേൻ കർത്താവേ. ഹല്ലേലൂയ. ഒരു സമൃദ്ധിയുടെ അനുഗ്രഹത്തിന് നിറവ് ഈ കൂടാരങ്ങളിൽ വന്നു കയറട്ടെ. ആമേൻ കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വലിയ അത്ഭുതങ്ങൾ ഇന്നു മുതൽ കണ്ടു തുടങ്ങട്ടെ, വിടുതലുകൾ കണ്ടു തുടങ്ങട്ടെ, ദൈവപ്രവൃത്തികൾ കണ്ടു തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. വിശുദ്ധദാസന്റെ കുടുംബത്തെ, ഇതിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ സാന്നിധ്യം എല്ലാവരോടും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. വചനത്തെ അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഇവ സാന്നിധ്യ കൃപ കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. ആമേൻ.